എന്നിട്ട് അപ്പോൾ ഇനിയിപ്പോൾ കോളേജിൽ രക്ഷയില്ല എന്ന് കണ്ടിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരൻ നിതിൻ, അവനാണ് ഇതിൻ്റെ കോറേറ്റർ. നമ്മൾ 2-3 ഫ്രണ്ട്സും ചേർന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ ആ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അത് വാഗ്മയ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിൽ കാണിക്കുവാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഫെസ്റ്റ് നടന്നുകൊണ്ടിരുന്ന, അപ്പോൾ ഈ കോളേജ് ഫെസ്റ്റിൽ നമ്മൾ കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഈ സാമൂഹിക പ്രതിബദ്ധതയാണ് മെയിൻ തീം. നമ്മളെടുത്തൊരു പ്രേത കഥയുമാണ്, വേറെ തന്നെ പരിപാടി. മറ്റേ വെള്ളത്തിന്റെ ഷോർട്ടേജ്, വേസ്റ്റേജ്, മാലിന്യം, ആ സ്കീമിൽ കൂടെ പ്രേതം ആ ലെവലായി. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വലിയ സ്ക്രീനിൽ പടം കാണാം, അതായിരുന്നു ഓഡിയൻസിന് വിട്ടിരുന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കംപ്ലീറ്റ് കണ്ടു. എന്നിട്ട് ഇത് കഴിയുമ്പോൾ ഇങ്ങനെ സ്റ്റേജിലോട്ട് വിളിക്കും സംസാരിക്കാനായിട്ട് മേക്കേഴ്സിന്. അപ്പോൾ നമ്മൾ കേൾക്കും ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ അതിലിരുന്നൊരു ജഡ്ജ് ഇങ്ങനെ പറഞ്ഞ് ആദ്യമായിട്ടാണ് ഒരു ചെറിയ സിനിമ ഷോർട്ട് ഫിലിം കാണുന്നത്. ആ ജഡ്ജാണ് ബേസിൽ ജോസഫ്. പുള്ളിക്ക് എന്നിട്ട് പുള്ളി അത് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടാക്കി പ്രൈസും തന്നു. അതെ, ഉണ്ടാക്കി ബെസ്റ്റ് അപ്കമിംഗ് ടാലന്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാക്കിച്ചിട്ട് പ്രൈസ് തന്നു. എന്നിട്ട് പുള്ളി ഇങ്ങനെ വിളിച്ചു, കുഞ്ഞിരാമായണത്തിൽ AD ആയിട്ട് വരണമെന്ന്. അപ്പോൾ കോളേജ് ഓൾറെഡി ഓക്കെ ഒരു തീരുമാനം, എങ്കിൽ പിന്നെ ഷോർട്ട് ഫിലിം സിനിമയും കൂടെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇയർ അവസാനം സെക്കൻഡ് ഇയർ കട്ട് ചെയ്ത് സിനിമയും ചെയ്തു വന്ന് പിന്നെ കോളേജ് തിരിച്ചു കയറി 10-21 സപ്ലി എല്ലാം കൂടെ എഴുതിയെടുത്തുനിന്ന് സെറ്റായി. അത് കഴിഞ്ഞ് ഒരു 1.5 കൊല്ലം ബാങ്ക് കോച്ചിങ് എന്ന് പറഞ്ഞ് വീട്ടുകാരെ പറ്റിച്ചിരുന്ന തിരക്കഥയോടെ എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നൊരു സമയത്താണ് ബേസിലേട്ടൻ മിന്നൽ മുരളിക്ക് വിളിക്കുന്നത് 2019 മെയ്. അവിടെ നിന്ന് പിന്നെ ആ ജേണി ഞാൻ കണ്ടിന്യൂ ആയി. 21-22 മിന്നൽ മുരളി നെറ്റ്ഫ്ലിക്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നവരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 24 ഈ പടം.